എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 2026 ജൂലൈ മാസത്തിലെ ചിങ്ങക്കൂറുകാരുടെ ഫലത്തെ പറ്റിയാണ്. മകം, പൂരം, ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നിവ വരുന്ന ചിങ്ങ നക്ഷത്രക്കാരുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബം, പ്രണയബന്ധങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ഈ ജൂലൈ മാസം എങ്ങനെയായിരിക്കും, ഒപ്പം നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഈ മാസത്തെ ഗ്രഹനില ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യൻ ജൂലൈ 16 വരെ നിങ്ങളുടെ ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം 16-ാം തീയതിക്ക് ശേഷം 12-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നുണ്ട്. ചൊവ്വ 10-ാം ഭാവമായ ഇടവത്തിലാണ്. ബുധൻ ജൂലൈ 7-ന് വക്രഗതിയിലായിട്ട് മിഥുനൻ രാശിയിലേക്ക് വരികയും കൂടിയാണ്. വ്യാഴം നിങ്ങളുടെ 12-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളുടെ സ്വന്തം രാശിയിൽ തന്നെയാണ് ശുക്രനും കേതുവും നിൽക്കുന്നത്. ശനി 8-ാം ഭാവമായ മീനത്തിലും രാഹു 7-ാം ഭാവമായ കുംഭത്തിലുമാണ്. ഈ ഒരു ഗ്രഹസ്ഥിതി ചിങ്ങക്കൂറുകാർക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തരുന്ന ഒന്നാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് ഓരോന്നോരോന്നായി വിശദമായി നോക്കാം. ആദ്യമായി ചിങ്ങക്കൂറുകാരുടെ തൊഴിൽ എങ്ങനെ പോകുമെന്ന് നോക്കാം. കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിൽ ചൊവ്വ ശക്തനായി നിൽക്കുകയാണ്. ഇത് നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് വലിയ രീതിയിലുള്ള ഊർജവും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നതാണ്. കഠിനാധ്വാനമൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഓഫീസുകളിലൊക്കെ ആണെങ്കിലും നിങ്ങളുടെ വാക്കിന് ഒരു പ്രത്യേക വിലയൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളെ തേടി വരാനും സാധ്യതയുണ്ട്. ജൂലൈ 16 വരെ സൂര്യൻ 11-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ മേലധികാരികളിൽ നിന്ന് പ്രശംസയും അനുകൂലമായ തീരുമാനങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. എന്നാൽ ശനി 8-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ സഹപ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുമാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് മറ്റാരെങ്കിലുമൊക്കെ തട്ടിയെടുക്കാനും നോക്കിയേക്കാം. അതിനാൽ ജാഗ്രതയൊക്കെ വേണം. ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ അനുകൂലമായ സമയമാണ്. എന്നാൽ 7-ാം ഭാവത്തിലെ രാഹുവിൻ്റെ സാന്നിധ്യം കാരണം പങ്കാളിത്ത കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. പങ്കാളിയുമായിട്ടൊക്കെ സുതാര്യമായ ഇടപാടുകൾ മാത്രം നടത്തുക. ജൂലൈ 7-നൊക്കെ ശേഷം ബുധൻ വക്രഗതി മാറ്റങ്ങളൊക്കെ വരുന്നതിനാൽ പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ അതിൻ്റെ വ്യവസ്ഥകളൊക്കെ കൃത്യമായിട്ടൊക്കെ വായിച്ചും മനസ്സിലാക്കേണ്ടതുമാണ്. ഇനി അടുത്ത് സാമ്പത്തിക കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിങ്ങക്കൂറുകാർക്ക് ഈ ജൂലൈ മാസം വരവും ചിലവും ഒപ്പത്തിനൊപ്പം പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യാഴം 12-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ശുഭകരമായ ചിലവുകളൊക്കെ വർദ്ധിക്കും. അതായത് വീട് പുതുക്കി പണിയുക, മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തീർത്ഥാടനങ്ങൾക്കൊക്കെ ആയിട്ട് പണം ചെലവഴിക്കുക എന്നിവയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജൂലൈ 16 വരെയൊക്കെ സൂര്യൻ ലാഭസ്ഥാനത്തൊക്കെ നിൽക്കുന്നതിനാൽ മുൻപ് എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടന്ന പണമോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ നിന്നുള്ള ധനലാഭമോ ഒക്കെയും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ 12-ാം ഭാവത്തിലെ വ്യാഴവും 8-ാം ഭാവത്തിലെ ശനിയും സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ മാസം ആർക്കും ജാമ്യം നിൽക്കാനോ അതുപോലെ വലിയ തുകകളൊക്കെ കടം കൊടുക്കാനോ പാടില്ല എന്നാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ അനാവശ്യമായ റിസ്കുകളിൽ നിന്നും മാറി നിൽക്കുന്നത് നന്നായിരിക്കും. ഇനി ചിങ്ങക്കൂറുകാരുടെ കുടുംബജീവിതം എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ രാശിയിൽ തന്നെയാണ് ശുക്രനും കേതുവും ഒരുമിച്ച് നിൽക്കുന്നത്. 7-ാം ഭാവത്തിൽ രാഹുവും നിൽപ്പുണ്ട്. ഇത് കുടുംബത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് തരുന്നത്. ജീവിത പങ്കാളിയുമായിട്ട് ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈഗോ പ്രശ്നങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ശുക്രൻ സ്വന്തം രാശിയിലൊക്കെ നിൽക്കുന്നതിനാൽ പങ്കാളിയുടെയൊക്കെ സ്നേഹമൊക്കെ ഉണ്ടാകും. എങ്കിലും കേതുവിൻ്റെയും രാഹുവിൻ്റെയും ഒക്കെ സ്വാധീനം കാരണം പരസ്പരം എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്.
നിസ്സാര കാര്യങ്ങളെയൊക്കെ ചൊല്ലി വലിയ തർക്കങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാൻ ചിങ്ങക്കൂറുകാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിട്ടുവീഴ്ച മനോഭാവം മാത്രമാണ് ഇതിനുള്ളൊരു പരിഹാരം. അതുപോലെ മക്കളുടെ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അവരുടെ പഠന കാര്യത്തിലോ അതുപോലെ ആരോഗ്യ കാര്യങ്ങളിലോ ഒക്കെ ചെറിയ ആശങ്കകളൊക്കെ വരാനും സാധ്യതയുണ്ട്. എന്നാൽ മാസത്തിൻ്റെ ഒരു പകുതിക്കൊക്കെ ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായിട്ടും മാറുന്നതാണ്. ഇനി പ്രണയ ജീവിതത്തിലേക്ക് വന്നാൽ ചിങ്ങക്കൂറുകാർക്ക് ഇത് വളരെ വൈകാരികമായ ഒരു മാസമായിരിക്കും. നിങ്ങളുടെ രാശിയിൽ ശുക്രനൊക്കെ നിൽക്കുന്നത് പ്രണയത്തോടെ കൂടുതൽ താല്പര്യമൊക്കെ ഉണ്ടാകും. എങ്കിലും 7-ലെ രാഹുവിൻ്റെ ദൃഷ്ടി ചില തെറ്റിദ്ധാരണകൾക്കൊക്കെ കാരണമായേക്കാം. പങ്കാളിയെ അനാവശ്യമായിട്ട് സംശയിക്കുന്ന പ്രവണതയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. പരസ്പരം സംസാരിച്ചൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ശ്രമിക്കേണ്ടതാണ്. മൂന്നാമത് ഒരു വ്യക്തി നിങ്ങളുടെ പ്രണയബന്ധത്തിലൊക്കെ ഇടപെടാനും അനുവദിക്കരുത്. വിവാഹാലോചനകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ സൂചനകളൊക്കെ ലഭിക്കുമെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ധൃതി കൂട്ടരുത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊക്കെ അന്വേഷിച്ച് അതിനുശേഷം മാത്രം മുന്നോട്ട് പോവുക. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ജൂലൈ മാസം കഠിനാധ്വാനത്തിൻ്റെ ഒരു സമയമാണ്. ബുധൻ ജൂലൈ 7-ാം തീയതി മുതൽ വക്രഗതിയിലാവുന്നത് പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയേക്കാം. പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതായിട്ടും തോന്നാം. അതുകൊണ്ട് ചിങ്ങക്കൂറിലെ വിദ്യാർത്ഥികൾ പഠനത്തിനായി കൂടുതൽ സമയമൊക്കെ മാറ്റിവെക്കേണ്ടതാണ്. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന കുജൻ നിങ്ങൾക്ക് വലിയ ലക്ഷ്യബോധമൊക്കെ തരും. എങ്കിലും മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറൊക്കെ എടുക്കുന്നവർക്ക് മികച്ച ഫലമൊക്കെ ലഭിക്കണമെങ്കിൽ സാധാരണയേക്കാൾ കൂടുതൽ അധ്വാനിക്കേണ്ടതായി വരുന്നതാണ്. വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ചില അവസരങ്ങളൊക്കെ ഈ മാസം പകുതിക്ക് ശേഷം തെളിഞ്ഞു വരാനും സാധ്യതയുണ്ട്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ ചിങ്ങക്കൂറുകാർ ഈ മാസം അല്പം കൂടുതൽ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതുണ്ട്. കാരണം ശനി 8-ാം ഭാവത്തിലും വ്യാഴം 12-ാം ഭാവത്തിലുമാണ് നിൽക്കുന്നത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കണ്ണ് സംബന്ധമായ അസുഖങ്ങളൊക്കെ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അതീവ ജാഗ്രതയും പാലിക്കേണ്ടതാണ്. അനാവശ്യമായ ചിന്തകളൊക്കെ കാരണം ഉറക്കക്കുറവോ മാനസിക സമ്മർദ്ദമോ ഒക്കെ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഗ്രഹങ്ങളുടെ അനുകൂലമല്ലാത്ത സ്ഥിതികൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാനും നല്ല ഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും ചിങ്ങക്കൂറുകാർ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശനി 8-ലൊക്കെ നിൽക്കുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് ധാര, പിൻവിളക്കയൊക്കെ വഴിപാടായി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. രാശ്യാധിപനായ സൂര്യൻ്റെയൊക്കെ ബലം കൂട്ടാൻ ദിവസവും രാവിലെ കുളിച്ചതിന് ശേഷം ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് ഉദ്യോഗത്തിലും ആരോഗ്യത്തിലുമൊക്കെ വലിയ പുരോഗതി നേടിത്തരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ രാശിയിൽ കേതു നിൽക്കുന്നതിനാൽ അതിൻ്റെ ദോഷം മാറാൻ പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം കഴിക്കുക, ഗണപതിക്ക് കറുകമാലയൊക്കെ സമർപ്പിക്കുന്നതും നല്ലതാണ്. അതുപോലെ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയൊക്കെ ദോഷം തീരാൻ അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ പരിഹാരങ്ങളൊക്കെ ഭക്തിയോടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വരാനിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി ജീവിതത്തിൽ വലിയ വിജയങ്ങളൊക്കെ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചിങ്ങക്കൂറുകാരായ എല്ലാ പ്രേക്ഷകർക്കും ഈ ജൂലൈ മാസം നന്മകൾ നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.